അപ്പോൾ പ്രിയപ്പെട്ട മലയാളികളെ, കേരളം വലിയ രീതിയിൽ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഓണം എന്ന ഈ ആഘോഷത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ കൂട്ടുണ്ട്. ഐതിഹ്യമെന്ന് ഞാൻ പറയുമ്പോൾ ഒരു സ്വപ്നം ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ രൂപപ്പെട്ട ഒരു നവലോകമായിരുന്നു അത് എന്നുള്ളതാണ്. അത് ഭാവനയിൽ മാത്രമേ രൂപപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോൾ ആ ഭാവനയിൽ രൂപപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ഭാവിയിലേക്ക് നല്ല വെളിച്ചം വീശുന്ന ഒന്നാണ്. പണ്ടുകാലത്ത് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്ന സോഷ്യലിസം ഉണ്ടായിരുന്നു, ഉട്ടോപ്പിയൻ സോഷ്യലിസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് ചിന്തയിൽ നിന്നാണ് ആധുനിക ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ ഉത്ഭവം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ട പല കാര്യങ്ങളും, നമ്മുടെ ഭാവനയിൽ രൂപപ്പെട്ട പല കാര്യങ്ങളും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്, അതിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. അക്കാര്യത്തിൽ കേരളീയർ വളരെ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനായാസേന ലഭ്യമാകുന്ന ഒരു ഭൂപ്രദേശമാണ്. അത് ലോകത്ത് തന്നെ ഏറ്റവും അപൂർവമായി കാണുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളമെന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതെല്ലാ മേഖലയിലും അതാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനായാസേന പ്രാപ്യമാകുന്ന മേഖലകൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്, അത് അനുഭവിക്കാനും കഴിയുന്നു. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും വികസനം എന്നൊക്കെ പറയുന്നത് ഗ്രോത്ത് അല്ല, അത് ഡെവലപ്മെൻ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയ ഗ്രോത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ അപകട സൂചനയാണ് എന്ന് നമ്മൾ കാണും. എന്നാൽ ഡെവലപ്മെൻ്റ് അതല്ല. അവനിപ്പോൾ ആകെ വളരെ നല്ല രീതിയിൽ ചികിത്സയൊക്കെ നടത്തി ഡെവലപ്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യം തിരിച്ച് പിടിച്ചിരിക്കുന്നു, അവന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒന്നല്ലെന്നും അത് രണ്ടാണെന്നും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സുദിനമാണ് ഇത്. നമുക്കറിയാം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ആ ഐതിഹ്യത്തിലൂടെ നമ്മൾ പലപ്പോഴും ഉരുവിട്ട് പറയുന്നൊരു കാര്യമാണ്. ആ ഉരുവിടൽ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള കരണീയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു സവർണ വിഭാഗത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായ മറ്റൊരു ഭരണകൂടമായിരുന്നു വാമനൻ്റേത് അല്ലെങ്കിൽ മഹാബലിയുടേത് എന്ന് നമ്മൾ കാണണം. ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഇന്നോ ഇന്നലെയോ തൊട്ടല്ല, ഐതിഹ്യ കാലഘട്ടം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘർഷം നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു. പലരും പലപ്പോഴും ഈ സവർണ മേധാവിത്വം വിജയിക്കുകയും അവർണർ തിരസ്കരിക്കപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഓണാഘോഷങ്ങൾ, അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ലോകത്ത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങൾ ആർജിച്ച ഒരു ഭൂപ്രദേശമാണ് കേരളം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളൂ. അത് നിലനിർത്തുവാനും ഈ സംഘർഷഭരിതമായ എന്ന് വെച്ച് കായികമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഈ സംഘർഷഭരിതമായ ഒരു മനോഭാവത്തോടെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് കുതിക്കാൻ കഴിയുമാറാകട്ടെ ഈ സുദിനത്തിൽ. അതിനുള്ള കരുത്ത് നമുക്ക് ലഭ്യമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ കേരളീയർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കടക്കമുള്ള എല്ലാവർക്കും നല്ല ഒരു ഓണാശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓണം വർഷത്തിലൊരിക്കൽ വരുന്ന ഒരാണ്ടുത്സവം മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മഹാബലി നാടുഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രജകൾ ഈ രാജ്യത്ത് എല്ലാവരും ഒന്നായി ജീവിക്കുകയും വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രജകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമില്ലാതെ, കളവും ചതിയുമില്ലാതെ കാർഷിക മേഖലയിലൊക്കെ തന്നെ സമ്പൽ സമൃദ്ധിയോടുകൂടി വളരെ പ്രതാപത്തോടുകൂടി വാണിരുന്നൊരു കാലഘട്ടത്തിൽ
അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷിക്കുന്നത്. ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ജനങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ വിവിധ പരിപാടികളോടി അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസം ഒട്ടേറെ പരിപാടികളുമായി നിരന്തരം ഓണം പരിപാടികളോടി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും പറയുമ്പോൾ എന്നും ഓണം ഉണ്ണുന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്കൊക്കെ പറയാനുള്ളത്, എല്ലാ നാളുകളിലും ഓണം ഉണ്ണുന്ന ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാ ദിവസവും ഓണം ഉണ്ണുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൊടുക്കുന്നു. നമ്മൾ കേരളീയർ മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ഏറെ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ആണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്. എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ 2024 ഓണം നമ്മുടെ കേരളക്കരയെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തമുഖത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളിൽ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ചെറിയ രീതിയിലുള്ള ഒരു ഓണാഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.